ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രീൻ മുതിര തോരന്റെ റെസിപ്പിയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്ത് ഒരു 200-250 ഗ്രാം സ്പിനേച്ച് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതിനെ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ യൂഷ്വലി വാങ്ങിക്കാറ് ഇങ്ങനെ പാക്കറ്റിൽ വരുന്ന സ്പിനേച്ച് ആണ്. അപ്പം നല്ല തളിരിലയുമാണ്, പിന്നെ ട്രിപ്പിൾ വാഷ്ഡും ആണ്. അപ്പം നമുക്ക് പിന്നെ വാഷ് ചെയ്യാനൊന്നും പോകണ്ട. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇലയാണ്. പിന്നെ അധികം അഴുക്കലകളൊന്നും വരാറുമില്ല. അതിനകത്ത് ന്യൂട്രീഷ്യസ് വാല്യൂ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. വൈറ്റമിൻ എ, കെ, അയൺ, കാൽഷ്യം, പൊട്ടാസ്യം ഒക്കെ എന്തോരം അളവിലാണ്. സ്പിനേച്ച് എത്ര നല്ല സാധനമാണല്ലേ. പിന്നെ മുതിരയും ഹൈലി ന്യൂട്രീഷ്യസ് ആണല്ലോ. അപ്പം ഇന്നത്തെ നമ്മുടെ തോരൻ അടിപൊളിയാണ്. ഇനി ഒരു 1/2 കപ്പ് ഫ്രോസൺ തേങ്ങാപ്പീരി എടുത്തൊരു 30 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തെടുത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ പാലക്ക് ഇതാ റെഡി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പീര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഒരു പ്രഷർ കുക്കറിനകത്ത് 1/2 കപ്പ് മുതിര ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. മുതിര പ്രഷർ കുക്കറിനകത്ത് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് കുക്ക് ചെയ്ത വെള്ളം ചിലപ്പോൾ എക്സ്ട്രാ കാണാം. അത് കളയാണ്ട് നമുക്ക് അത് വെച്ചൊരു അടിപൊളി രസം ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാവേ. നമ്മുടെ സൂപ്പർ ഹെൽത്തി പാലക്ക് മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട്. മുതിരത്തോരൻ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിൽ അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.